നമസ്കാരം. എല്ലാവർക്കും ആസ്ട്രോളജിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി 12 കള്ളികളെ പറ്റിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മേടത്തിൽ നിന്ന് മീനം വരയ്ക്കും 12 കള്ളികൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ കള്ളിയുടെയും പ്രത്യേകതകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഓരോ കള്ളികൾക്കും മേടത്തിൽ നിന്ന് മീനം വരെയുള്ള ഓരോ കള്ളികൾക്കും നമ്മൾ കള്ളികൾ എന്ന് തന്നെയാണ് എന്നെ പറയുന്നത്. മലയാളത്തിലായാലും നമ്മൾ കള്ളികൾ, ഒന്നാം കള്ളി, രണ്ടാം കള്ളി, അല്ലെങ്കിൽ ഒന്നാം ഭാവം, രണ്ടാം ഭാവം, അല്ലെങ്കിൽ ഒന്നാം രാശികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം നമ്മൾ മോസ്റ്റ്ലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കള്ളികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു നെഗറ്റീവ് മീനിങ് ഒന്നും ഇല്ല കള്ളികൾ എന്ന് പറയുന്നതിൽ. അപ്പൊ ഈ മേടത്തിൽ നിന്ന് ഈ മീനം വരയ്ക്കുള്ള 12 ഈ ബോക്സുകളിൽ, കോളങ്ങളിൽ ഓരോ ഈ ബോക്സിനും ഓരോ ആനിമൽസ് ഉണ്ട്. ആ ആനിമലിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഗ്രഹനില നമ്മൾ എടുത്തിട്ട് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മേടത്തിന്റെ മൃഗം എന്ന് പറയുന്നത് ആടാണ്. അപ്പൊ മേടം രാശിയിൽ ജനിക്കുന്നവർക്ക് ആടിന്റെ ഒരു ക്യാരക്ടറായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ആട് എന്ന് പറയുമ്പോഴത്തേനും മിണ്ടാതിരിക്കും, നമ്മൾ ചെല്ലുമ്പോഴത്തേനും അത് കൊമ്പ് കൊണ്ട് കുത്താനായിട്ട് വരാം. ആ ഒരു ക്യാരക്ടറൊക്കെ വെച്ച് നമുക്ക് മേടം രാശിയിലുള്ളവരെ പറയാൻ വേണ്ടി പറ്റും. അപ്പൊ മേടത്തിന്റെ ആനിമൽ എന്ന് പറയുന്നത് ആടാണ്. ഇടവത്തിന്റെ മൃഗം എന്ന് പറയുന്നത് കാളയാണ്, കാള. അതേപോലെ മിഥുനം എന്ന് പറയുമ്പോഴത്തേനും ഇരട്ട രണ്ടു ഒരു സിമ്പലാണ്, ഇരട്ട 2 പേര്. അപ്പൊ ഇരട്ട എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ലവേഴ്സിനെ അങ്ങനെയൊക്കെ എല്ലാം കമ്പയർ ചെയ്ത് പറയാം. ഇരട്ടകൾ എന്നുള്ള മീനിങ് ആണ് മിഥുനത്തിന്. പിന്നെ കർക്കിടകം എന്ന് പറയുമ്പോഴത്തേനും ഞണ്ടാണ്. അതായത് ഞണ്ട് പിടിച്ചു കഴിഞ്ഞാൽ വിട്ടു പോകത്തില്ല, ഞണ്ട്. പിന്നെ ചിങ്ങം എന്ന് പറയുമ്പോഴത്തേനും അതിന്റെ സിമ്പൽ എന്ന് പറയുമ്പോൾ സൂര്യനാണ്. കന്നിയുടെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ഒരു ഇല പിടിച്ചിട്ടുള്ള പെൺകുട്ടിയാണ്. രാത്രി വഞ്ചിയിൽ, തോണിയിൽ, നമുക്കറിയാം ആ ഒരു സിമ്പൽ നോക്കുമ്പോൾ തോണിയിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വിളക്കും പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നത്, അങ്ങനെയുള്ള ഒരു സിമ്പലാണ് നമുക്ക് കന്നിക്ക് പറയാൻ വേണ്ടി പറ്റുക. പിന്നെ തുലാത്തിന്റെ സിമ്പൽ എന്ന് പറയുമ്പോൾ ത്രാസാണ്, ബാലൻസ് ചെയ്യുന്ന ത്രാസാണ്. വൃശ്ചികത്തിൻ്റെത് വന്നിട്ട് തേള്, വൃശ്ചികത്തിന്റെ സിമ്പൽ വന്ന് തേള്. ധനുവിന്റെ സിമ്പൽ വന്ന് അമ്പും വില്ലും. മകരം വന്നിട്ട് മുതല. കുംഭത്തിന്റെ സിമ്പൽ വന്നിട്ട് കുടം. അതേപോലെ മീനത്തിന്റെ വന്നിട്ട് ഇരട്ട മീൻ. അപ്പൊ നമ്മൾ ഓരോ ഈ കള്ളികളെ എടുക്കുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഓരോ രാശികളെ നമ്മൾ എടുക്കുമ്പോഴത്തേനും ഈ ഓരോ ആനിമൽസിന്റെ ക്യാരക്ടറും അവരുടെ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആരെയാണോ, ഏത് പേഴ്സണെയാണോ നമ്മൾ എടുക്കുന്നത്. ഇപ്പം കുംഭം രാശിയിൽ ജനിച്ച ഒരാളെന്ന് വെക്കുക. ഈ കുംഭത്തിന്റെ സിമ്പൽ എന്താണ്? കുടം. അപ്പൊ അവർക്ക് കുടത്തിന്ന് നമ്മൾ കണ്ടില്ലേ, കുടത്തിന്ന് ഇങ്ങനെ ഒഴുകി വരിക. കുംഭം രാശിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഒഴുകി വരുന്ന കള്ളിയാണ്. അപ്പൊ കുംഭം എന്ന് പറയുമ്പോഴത്തേന് കുടത്തിൽ അവരെല്ലാം ഭദ്രമായിട്ട് വെച്ചിരിക്കും. ആ കുടത്തിന്ന് നമുക്ക് നിറയെ കിട്ടിക്കൊണ്ടിരിക്കുക, കുടം നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പുക എന്നുള്ളൊരു മീനിങ് നമുക്ക് അങ്ങനെ എടുക്കാം. പിന്നെ മകരം നമ്മൾ എടുക്കുകയാണെങ്കിൽ മകരത്തിന്റെ സിമ്പൽ മുതല എന്ന് പറയാം. മുതല കണ്ടിട്ടുണ്ടോ? നല്ല കാമൻ ക്വയറ്റ് ആയിട്ടിരിക്കും. നമ്മൾ വിചാരിക്കും കുറേ നേരം, അത് എത്ര മണിക്കൂർ വേണമെങ്കിലും അനങ്ങാതെ, കണ്ണുപോലും ചിമ്മാതെ കിടക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ചത്ത് കിടക്കുകയാണ്. പക്ഷെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് പിടിച്ചു കഴിഞ്ഞാൽ വിടത്തില്ല. ആ ഒരു ക്യാരക്ടേഴ്സ്, ആ ഒരു സ്വഭാവത്തിനുടമയായിരിക്കും ഈ മകരം രാശിയിൽ. അവര് ഭയങ്കര മിണ്ടാതിരിക്കും, പക്ഷെ അവരെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നാൽ അവർ തിരിച്ചടിക്കും. ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ഓരോ ആനിമൽസിനെയും വെച്ചിട്ട് ഓരോ രാശിയിൽ ജനിച്ചവരുടെ ഒരു ക്യാരക്ടർ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഓരോ രാശിയിലെയും ഈ മൃഗങ്ങള് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ മൃഗങ്ങള് നമ്മൾക്ക് എപ്പോഴും അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഗ്രഹനില വെച്ചിട്ടും എടുത്ത് പറയാൻ പറ്റുള്ളൂ. അതിനാണ് നമുക്കറിയാം, നമ്മൾ ഏത് ജാതകം എടുത്താലും അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ പോയി സെർച്ച് ചെയ്താലും ഈ മൃഗങ്ങളുടെയും ഈ ആനിമൽസിന്റെ ഒക്കെ സിമ്പലൊക്കെ ആയിരിക്കും ആദ്യം പറയുന്നതും കാണിക്കുന്നതും ഒക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മേടം, ഓരോ കള്ളികൾക്കും ഓരോ ആനിമൽസ് ഉണ്ട്. മേടം ആട്, ഇടവം കാള, മിഥുനം എന്ന് പറയുമ്പോൾ ഇരട്ട 2 എന്നുള്ള ഡബിൾ എന്നുള്ള സിമ്പലാണ്. കർക്കിടകം ഞണ്ട്, ചിങ്ങം സൂര്യൻ, കന്നി ഒരില പിടിച്ചിട്ടുള്ള പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വിളക്ക് പിടിച്ചിട്ടുള്ള പെൺകുട്ടി, തുലാം ത്രാസ്, വൃശ്ചികം തേള്, ധനു അമ്പും വില്ലും, മകരം മുതല, കുംഭം കുടം, മീനം ഇരട്ട മീൻ. ഓക്കെ, താങ്ക് യു.